അപ്പോൾ നമ്മളെ ബീഫ് വരട്ടി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നാളെ നമ്മൾ സിമ്പിൾ ബീഫ് കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്യട്ടോ. ഇപ്പം നമ്മൾ ചേച്ചിക്ക് ഫുഡ് കൊടുത്ത് വന്ന സമയത്ത് ഇത് നമുക്ക് ബീഫ് കിട്ടി. നേരെ അപ്പുറത്തെ വീട്ടിലൊക്കെ കൊണ്ട് തന്ന 2 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാക്കണം ക്ലീൻ ചെയ്ത് തുടങ്ങി കേട്ടോ. ഒരു പാകത്തിന് പോലെ അത് സെറ്റാണ്. അപ്പം നമ്മൾ ബീഫ് ഇതാക്കണം നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കാം. നമ്മളിത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചൊക്കെ. എന്നിട്ട് ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേച്ചി തന്ന പായസം കുടിച്ചു നോക്കട്ടോ. ചേച്ചി തന്ന പായസത്തിന് കൂടെ കഴിക്കാനായിട്ട് നമ്മുടെ താത്തൻ്റെ മരുമകൾ ഉണ്ടാക്കിയ കേക്ക് കൊണ്ടുതന്നുണ്ട്. അപ്പോൾ നമുക്കിത് കഴിച്ചാലോ? കേക്ക് കൂട്ടി കഴിക്കും. അതെ. ഇനി നമ്മൾ ബീഫ് കൊണ്ട് 2 തരം റെസിപ്പി ആട്ടോ ഉണ്ടാക്കുന്നത്. ഒന്ന് നമ്മൾ കുക്കറിലും ഒന്ന് ചട്ടിയിലും ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ബീഫ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലെ നെയ്യൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, തക്കാളി, മല്ലിച്ചപ്പ്, പിന്നെ കറിവേപ്പില കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്ക് രാവിലെ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ 2 ടൈപ്പ് റെസിപ്പി നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടപ്പോൾ എടുത്ത് കൂട്ടാലോ. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും ഇട്ടു കേട്ടോ. ഇനി ഈ തക്കാളി, ഉരുളക്കിഴങ്ങൊക്കെ ഈ കുക്കറിലേക്ക് ഇട്ടെടുക്കുക. ഈ കുക്കറിൽ വെക്കുന്നത് ഭയങ്കര സിമ്പിൾ റെസിപ്പി ആട്ടോ. നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും പെട്ടെന്ന് വെക്കാം. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കേ, കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് മിക്സിയിലിട്ട് ചതക്കിയതാണ്. ഇതിലേക്ക് നമ്മളെ ബീഫ് കോരിയിട്ടോ. നമ്മൾ ഇതിലേക്ക് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടോ. പിന്നെ നമ്മൾ ഈ ബീഫ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചതാട്ടോ. ഒരു സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടിയാണ് കേട്ടോ ഇത്. ഒരു 1.25 സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഉപ്പുണ്ടോ നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക നല്ലപോലെ. ഇതിന് മുന്നേ നമ്മളെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതായി കൊടുക്കട്ടോ. ഈ കുഴച്ചെടുക്കുന്നതിലാണ് ഇതിൻ്റെ ഫുള്ള് ടേസ്റ്റ് സെറ്റ് ആകുക കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ആക്കി മൂടി വെച്ച് വെള്ളം ഒഴിച്ച് മൂടി വെക്കാം. പക്ഷേ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് സെറ്റായി വരും കേട്ടോ. നല്ലൊരു സ്മെല്ല് വരും. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 3 വിസിലടുപ്പിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ചട്ടിയിലുള്ള കറി സെറ്റാക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഇതാക്കണം, ചട്ടിയിലിട്ടിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അടുത്തത് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് താളി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കട്ടോ. നമ്മൾ ബീഫ് ഇതിലേക്ക് കോരിയുടെ
നേരത്തെ ഇട്ടപ്പോൾ തന്നെ സെയിം തന്നെ കേട്ടോ. കുരുമുളക് പൊടി, ഇതിൽ തീരെ തക്കാളി ഇല്ല കേട്ടോ. തക്കാളിയും വലിയുള്ളിയും നമ്മൾ ചേർത്തിയില്ല. ചെറിയുള്ളി മാത്രം. മുളക് പൊടി തീരെ ചേർക്കുന്നില്ല. മല്ലിപ്പൊടി ഇല്ലേ? ആ മല്ലിപ്പൊടി ഉണ്ട്. പിന്നെ ഗരം മസാല, മല്ലിപ്പൊടിയാണേ. ഇത് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റുള്ള ആ ഒരു വെള്ളം കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ഉപ്പ് നോക്കിയിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൂടി വെക്കാം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ അത് ഇന്നിപ്പോൾ നമ്മൾ എടുക്കൂല കേട്ടോ. നാളേക്ക് ഇത് കുറച്ചുകൂടി ഒരു ബ്ലാക്ക് കളറിൽ ഡ്രൈ ആയി വരും. അപ്പോൾ നമ്മൾ കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് വരിക. നമുക്ക് ഇന്ന് കഴിക്കാനുള്ളത് ഇതാണ്. അപ്പം നമ്മളെ ബീഫ് ഒന്ന് തുറന്ന് നോക്കട്ടോ. സംഭവം സെറ്റ് ആയിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇനി നമുക്ക് കുറച്ച് ചോറ് കിടമ്പേ. നമ്മള് ബീഫ് കിടമ്പട്ടോ. ബീഫ് ചാടിക്കും. ഇത് സ്പെഷ്യൽ ചമ്മന്തി ആട്ടോ. നമ്മുടെ മുളക് ചുട്ട ചമ്മന്തി. നമ്മുടെ റെസിപ്പി നമുക്ക് ഇടല്ലേ? ഇത് കുറച്ച് അപ്പോൾ നമ്മളെ ബീഫ് വരട്ടി സെറ്റ് ആയിട്ട് കേട്ടോ. നാളെ ആകുമ്പോൾ കുറച്ചും കൂടി ഇതൊരു ബ്ലാക്ക് കളറായിട്ട് വരുവേ. അപ്പോൾ നമ്മൾ നാളെ ആട്ടോ എടുക്കുക, ഇന്നിപ്പോൾ എടുക്കുക. അപ്പോൾ നമ്മൾ സിമ്പിൾ ബീഫ് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് കഴിയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഇതുവരെ ബൈ.